പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പശ്ചിമാഫ്രിക്കയിൽ ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കഥയുണ്ട്. ആകാശകന്യകയുടെ കഥ. കഥ ഇങ്ങനെയാണ്. അവരുടെ പശുക്കൾ മുമ്പ് നൽകിയിരുന്നത്രയും പാൽ നൽകുന്നില്ല എന്ന് അവർക്ക് തോന്നി. പക്ഷെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രഹസ്യം കണ്ടെത്താൻ സാഹസികനായ ഒരു യുവാവ് ഒരു രാത്രി തൊഴുത്തിൽ ഒളിച്ചിരുന്നു. രാത്രി വളരെ വൈകിയപ്പോൾ അതാ അതിസുന്ദരിയായ ഒരു യുവതി ആകാശത്ത് നിന്ന് ചന്ദ്രരശ്മിരഥമാക്കി കടന്നുവരുന്നു. കയ്യിൽ ഒരു വലിയ പാത്രവുമുണ്ട്. അവൾ പശുക്കളെ കറന്ന് പാലുമായി വന്ന വഴിയെ തിരികെ പോയി. പിറ്റേ ദിവസം രാത്രി ആ യുവാവ് ഒരു വലക്കുരുക്കുമായി തൊഴുത്തിൽ കാത്തിരുന്നു. സുന്ദരി വന്നപ്പോൾ അവൻ വലയെറിഞ്ഞ് അവളെ പിടിയിലാക്കി. ആരെന്ന് ചോദിച്ചപ്പോൾ ആകാശകന്യക എന്ന് അവൾ ഉത്തരം നൽകി. തൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് ആകാശത്തിൽ ഭക്ഷണത്തിനൊന്നുമില്ലാത്തതുകൊണ്ട് രാത്രിയിൽ വന്ന് ഭക്ഷണം ശേഖരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. അവളെ കുരുക്കിൽ നിന്ന് വിടർത്തിയാൽ അയാൾക്കു വേണ്ടി എന്തു ചെയ്യാനും ഒരുക്കമാണെന്നവൾ പറഞ്ഞു. തൻ്റെ ഭാര്യയാകണമെന്ന വ്യവസ്ഥയിൽ അവളെ മോചിപ്പിച്ചു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, എന്നാൽ 3 ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്ത് തിരിച്ചെത്തിക്കൊള്ളാമെന്ന് അവൾ വാക്കുകൊടുത്തു. അവൻ സമ്മതിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചെത്തി. ഞാൻ നിന്നെ വിവാഹം ചെയ്യാം, നിന്റെ ഭാര്യയായി ജീവിച്ച് നിന്നെ സന്തോഷിപ്പിക്കാം. പക്ഷേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പെട്ടി ഒരിക്കലും നീ തുറക്കരുത്. അതു നീ വാഗ്ദാനം ചെയ്യണം. രണ്ടുപേരും സന്തോഷപൂർവ്വം ദമ്പതികളായി ജീവിച്ചു. ആഴ്ചകൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം ഭാര്യ അവിടെ ഇല്ലാത്ത അവസരം നോക്കി ജിജ്ഞാസ അടക്കാൻ പാടില്ലാത്ത അവൻ പെട്ടി തുറന്നു. അതിലൊന്നുമില്ലായിരുന്നു. ഭാര്യ തിരിച്ചു വന്നപ്പോൾ വിചിത്രമായ ഭാവത്തോടെ നോക്കുന്ന ഭർത്താവിനെ കണ്ടു. നിങ്ങൾ പെട്ടി തുറന്നു അല്ലേ? ഇനിമേൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുവാൻ സാധ്യമല്ല. അവൻ ചോദിച്ചു, ഒരു കാലിപ്പെട്ടി ഞാൻ നോക്കിയതിൽ എന്താണിത്ര പ്രശ്നം? ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങൾ പെട്ടി തുറന്നു നോക്കിയതുകൊണ്ടല്ല. നിങ്ങൾ അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ നിരൂപിച്ചു. നിങ്ങൾ ആ പെട്ടിയിൽ ഒന്നുമില്ല, കാലിയാണെന്ന് പറഞ്ഞില്ലേ? അത് ശൂന്യമല്ലായിരുന്നു. അത് നിറച്ച് ആകാശമുണ്ടായിരുന്നു. ആകാശത്തിലുള്ള എൻ്റെ ഭവനത്തിൽ നിന്നുള്ള വായുവും വെള്ളവും അതിലുണ്ടായിരുന്നു. ആകാശത്തിൻ്റെ സുഗന്ധവും അതിലുണ്ടായിരുന്നു. എൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവരാവുന്ന എല്ലാ വിലപ്പെട്ടവയും അതിലുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും അമൂല്യങ്ങളായവ നിങ്ങൾക്ക് കേവലം ശൂന്യതയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങനെ ജീവിക്കും? അവർ വേർപിരിഞ്ഞു എന്നാണ് കഥ. 3 കാര്യങ്ങളാണ് അവരുടെ ദാമ്പത്യം തകരാൻ കാരണമായത്. ഒന്നാമത്, വിശ്വാസലംഘനം. പരസ്പരമുള്ള ബന്ധത്തിൽ അത് ശൈഥില്യമുണ്ടാക്കുന്നു. പങ്കാളിയുടെ രഹസ്യങ്ങൾ ചികഞ്ഞെടുക്കാനുള്ള ജിജ്ഞാസ അസുഖകരങ്ങളായ പല രംഗങ്ങളും സൃഷ്ടിക്കുന്നു. രണ്ടാമത്തേത്, മറച്ചുവെച്ചു കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമമാണ്. അത് വെളിച്ചത്താകുമ്പോൾ ഇളിഭ്യത ഉണ്ടാകുമെന്ന് മാത്രമല്ല, പരസ്പരം തുറന്ന സമീപനം സാധ്യമല്ലാതാവുകയും ചെയ്യും. സംശയത്തിൻ്റെ കരിനിഴൽ അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം കെടുത്തിക്കളയും. മൂന്നാമത്തെ കാര്യം ആകാശകന്യകയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. അവൾക്ക് വിലപ്പെട്ടതായി കാണുന്നതിനെ ഭർത്താവ് വെറും ശൂന്യതയെന്ന് താറടിച്ചതാണ്. അവളുടെ വികാരങ്ങളെ മാനിക്കാതെ തനിക്ക് തോന്നിയതുപോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരമെന്ന് തോന്നുന്നത് ഭാര്യയ്ക്ക് വളരെ വിലപ്പെട്ടതായി തോന്നാം. അതുപോലെ മറിച്ചും. അതുകൊണ്ട് പങ്കാളിയുടെ വികാരത്തെയും വീക്ഷണത്തെയും മാനിക്കാൻ ഇരുവരും ശ്രമിച്ചേ മതിയാവൂ. ദാമ്പത്യബന്ധത്തെ സന്തോഷപൂർണമാക്കണമെന്നുള്ളവർ
മേൽപ്പറഞ്ഞ തെറ്റുകൾ അകറ്റുക തന്നെ വേണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.